പെരുന്നാരാവായത് കൊണ്ടിട്ട് അമ്മായിമുക്കിൽ പോവാണ് കേട്ടോ. പിന്നെ അമ്മായിമുക്കിൽ പോയിട്ട് കാണാൻ, കാരണം ഭയങ്കര ബ്ലോഗൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ടാസ്ക്കാണ്. അവിടെ പോയിട്ട് കാണാമേ. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുതുലഞ്ഞു. കാണാതെ വഴിയുന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളക്കരളികളാൽ കണ്ട നേരം അന്വേഷിൻ്റെ പാട്ടൊക്കെ കേട്ട് മട്ടാഞ്ചേരി എത്തിയത് അറിഞ്ഞില്ല കേട്ടോ. നമ്മൾ മട്ടാഞ്ചേരി പള്ളിയിൽ കയറിയിട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. അതുവഴി ചുള്ളിക്കയിൽ അമ്മായിമുക്കിൽ പോയി വീട്ടിലോട്ട് പോകാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ടിട്ട് നമ്മൾ മട്ടാഞ്ചേരിയിലോട്ട് പോകാൻ കേട്ടോ. നല്ല തിരക്കായിരുന്നു. വേറെ ഒന്നുമല്ല, മട്ടാഞ്ചേരി എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ഏരിയ ആയതുകൊണ്ട് പെരുന്നാളും കൂടി ആയതുകൊണ്ട് അവർ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുമായിരുന്നു. അധികം ക്ലിപ്സൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ, കാരണം വലിയ പെരുന്നാളും അനീബി ട്യൂബിലൊക്കെ കാണിക്കുന്ന ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി. അതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ല. പള്ളിയിൽ നല്ല തിരക്കായതുകൊണ്ടിട്ട് പള്ളിയിലേയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കായ്സ് ഹോട്ടൽ, കായ്ക്കട ബിരിയാണി കട. ഇത് നമ്മുടെ വലിയ പെരുന്നാൾ മൂവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. മട്ടാഞ്ചേരിയിലെ സ്പെഷ്യൽ കടയാണ്. അതുപോലെ തന്നെ മട്ടാഞ്ചേരി കറങ്ങി വരുമ്പോഴുള്ള ഫ്രൂട്ട്സ് ആഡ് കഴിക്കാൻ കേട്ടോ. ഇത് മട്ടാഞ്ചേരി കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്ത് കാണുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മട്ടാഞ്ചേരിയിൽ കാണാനുണ്ട്. പക്ഷേ നമുക്ക് എല്ലാം അങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരു ദിവസം നമുക്ക് മട്ടാഞ്ചേരി വ്ളോഗായിട്ട് വരാം കേട്ടോ. ഹലോ ഗൈസ്, ഇതാണ് കൊച്ചിയിലെ അമ്മായിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. നല്ല തിരക്കായത് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്തത്. ആക്ച്വലി നമുക്ക് നടുക്ക് നിന്ന് എടുക്കണമെന്നായിരുന്നു ഫുൾ വ്യൂ കാണിച്ച്. പക്ഷേ നല്ല തിരക്കായത് കൊണ്ടിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമ്മളൊരു സൈഡിലോട്ട് ഒതുക്കി നിർത്തി വീഡിയോ എടുത്തത്. പിന്നെ കഴിഞ്ഞ പെരുന്നാൾ പോലെ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് പതുക്കെ കുറേ കടകളൊക്കെ കാണാം. ഈ അമ്മായിമുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കുറേ കടകളുണ്ടാവും കേട്ടോ. പായസം, അതുപോലെ ഷേക്ക്, അങ്ങനെ ഒരുപാട് കടകളുണ്ടാവും. ബാ നമുക്ക് കാണാം. ഇവിടെ നിന്ന് എന്തെടുത്താലും 30 രൂപ 50 രൂപ അത്രേ ഉള്ളൂ എന്നല്ല. ഇവിടെ നിന്ന് എന്തെടുത്താലും 20 രൂപ തൊട്ട് 50 രൂപ വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ട് 20 രൂപയുടെയും 30 രൂപയുടെ 50 രൂപയുടെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. നമ്മളവിടെ നിന്നൊരു ക്ലിപ്പും പിന്നെ ഒരു പൊട്ടാസും അങ്ങനെ കുറച്ച് സാധനങ്ങളെടുത്ത് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് പോന്നു. നമുക്ക് അറ്റം വരെ നടന്ന് കാണണ്ടേ, അതുകൊണ്ടിട്ട് ഞങ്ങൾ പതുക്കെ അങ്ങനെ നടന്ന് വരാനിട്ട് ഒരു മുല്ലപ്പൂ കട ഉണ്ട് കേട്ടോ. മുല്ലപ്പൂ ചെടി വിൽക്കുന്ന ഒരു ചേച്ചീനെ കണ്ടേ. അങ്ങനെ മുന്നോട്ട് നടന്ന് കുറേ കടകളൊക്കെ കണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുപാട് കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ചേച്ചി നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ നടന്ന് അറ്റം വരെ സാധനങ്ങളാണ്. പിന്നെ കുറേ സ്പെറ്റ്സിൻ്റെ കടയും സ്റ്റിക്കർ, പായസം, ഷേക്ക്, അതുപോലെ ഐസ്ക്രീം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, പോപ്കോൺ എല്ലാം ഉണ്ട്. പോപ്കോൺ എന്താണെന്നറിയില്ല, കണ്ടിട്ടുണ്ട്. പക്ഷേ ആള്
കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ആ ഒരു ഇതിലോട്ട് പോയി തോന്നുന്നു, മൈൻഡായിരുന്നു. കാരണം പോപ്കോൺ അല്ലെങ്കിൽ ആൾ സിനിമയൊക്കെ കാണാൻ വരുന്നത് ആൾ പോപ്കോൺ കഴിക്കാനാണ്. കാരണം പോപ്കോൺ ഇഷ്ടമാണ്. അപ്പോൾ പോപ്കോൺ തീരുമ്പോൾ ആൾ കിടന്നുറങ്ങും, സിനിമ ഫുള്ളാൾ കാണൂല. അങ്ങനെ നടന്ന ഒരുപാട് ഇയറിങ്സിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ മേടിക്കാനൊക്കെ തോന്നും, പക്ഷേ ഹെവി ഇയറിങ്സ് ഒന്നും ആരും വീട്ടിൽ യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഫങ്ഷൻ വന്നാൽ അന്യൂസ് ഇടുകയല്ലാതെ വേറെ ആരും അങ്ങനെ, ഞാനോ മമ്മിയോ ഒന്നും അങ്ങനെ വലിയ ഇയറിങ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ന്യൂസ് ആണെങ്കിലും ഓണവും അതിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ ഹെവി ഇയറിങ്സൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടിട്ട് നമ്മളധികം ഇയറിങ്സിൻ്റെ സെക്ഷനൊന്നും പോയില്ല. നമ്മൾ മേടിച്ച് വെച്ചാലും ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ മേടിച്ചൊക്കെ വെക്കും, പക്ഷെ അത് സൂക്ഷിച്ചൊക്കെ ബോക്സിലൊക്കെ ആക്കി വെച്ചില്ലെന്നാണെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായി അതൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളൊക്കെ 1 യൂസ് കഴിഞ്ഞിട്ട് ബോക്സിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ എടുക്കാൻ നേരത്ത് അത് ഫെയ്ഡായിട്ടുണ്ടാകും. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനെ അധികം മേടിക്കാറില്ല. പിന്നെ അവിടെ നിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ നോക്കി 2 ക്ലിപ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മളിങ്ങോട്ട് പോകുന്നു. എന്തായാലും ആ കടയിൽ കയറിയല്ലേ, ഒന്നും മേടിക്കാതെ പോരാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളവിടെ നിന്ന് ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും മേടിച്ച് അത് 2-3 മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു. പിന്നെയും കുറേ കടകൾ ഇതുപോലെ ഉണ്ട്, റിങ്സിൻ്റെയും അതുപോലെ ബാൻഡ്സ്, അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാം ആൾക്ക് ഇതുപോലെ തന്നെ പോയിട്ട് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആൾ അതും ഇതും വേണമെന്നൊന്നും പറഞ്ഞില്ല, അങ്ങോട്ട് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ നോക്കി നമ്മൾ ഈ വ്ളോഗ് എടുക്കാനാണ് നമ്മൾ അമ്മായിമുക്കിലോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം ചെറിയൊരു വ്ളോഗല്ലേ, അമ്മായിമുക്ക് കാണാത്ത എന്തോരം പേരുണ്ടാകും. അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ കാണട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മളെടുത്തത്. പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ കുറേ നേരം കൊണ്ട് നോക്കുവാണ് സത്യമാണോ എന്ന്. അങ്ങനെ സത്യയുടെ ഫാൻസ് വന്നു. നമ്മളെവിടെ പോയാലും സത്യയുടെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷവും കാര്യമൊക്കെ ആണ് കേട്ടോ. സത്യയുടെ ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ അമ്മായിമുക്ക് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. കാണാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ, ഓരോരോ സ്ഥലങ്ങൾ കാണാത്ത, വ്ളോഗിലൂടെ മാത്രം കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിനുവേണ്ടിയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളവിടെ നിന്ന് പിന്നെ ചെറിയൊരു കോളിഫ്ലവറും മാങ്ങയൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു. പിന്നെ നമ്മുടെ മെയിൻ സ്പോട്ടാണ് കേട്ടോ, ചുള്ളിക്കയിലെ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഷവർമ ടൈം. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കോംബോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചുള്ളിക്കയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ മിസ് ചെയ്യരുതും ഷവർമ ടൈമിൽ കയറാൻ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.